എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ രാമായണ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ടീച്ചർ, ഇന്ന് നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെ മോള് പറഞ്ഞ കഥകളെല്ലാം ഞാൻ പറഞ്ഞു തരികയായിരുന്നു. അതെ, ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരെണ്ണം അങ്ങോട്ട് പറഞ്ഞോട്ടെ. പിന്നെന്താ? കാരണം ഇന്നലെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കഥ പറയാതെ വിട്ടാൽ, കാരണം കാലിക പ്രസക്തി വളരെ ഉള്ളതാണ്. അതുകൊണ്ട് ആയിരിക്കും എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അതുകൊണ്ട് മോളോട് എനിക്ക് വലിയ ആകാംക്ഷ ഉണ്ടാവുന്നു. പറയട്ടെ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ശ്രീരാമൻ വനവാസമൊക്കെ കഴിഞ്ഞ് രാജ്യഭാരമേറ്റു കഴിഞ്ഞ ഇതെല്ലാം പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇവർക്ക് നല്ല ചിട്ടയായിട്ട് രാജ്യഭരണം നടക്കുക. ആ സമയത്ത് ഈ രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിയും. എന്നിട്ട് ഇവരെല്ലാം കൂടെ വന്ന് സഭയിലിരിക്കും. സിംഹാസനത്തിൽ ഇദ്ദേഹം, പിന്നെ മഹർഷിമാർ കാണും, മന്ത്രിമാർ കാണും, പൗരപ്രധാനികളെല്ലാം ഉണ്ടാവും. അങ്ങനെ അപ്പം അതുപോലെ ഇരുന്നു. ആ സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയും, നീ പുറത്തു ചെന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കാര്യാർത്ഥികൾ ആയിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ പറയും. ഉടനെ തന്നെ ലക്ഷ്മണൻ പുറത്തു പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ ഇങ്ങനെ ചോദിക്കുക. നമ്മൾ ഈ അത്താഴ പക്ഷിക്കാരുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് അപ്പം ആരും അനങ്ങുന്നില്ല. ഒരാളുടെ പോലും ഞാനുണ്ട് എന്ന് പറയുന്നില്ല. കാരണം രാമന്റെ ഭരണമാണ് അവിടെ നടക്കുന്നത്. ആർക്കും പരാതികളില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ തിരിച്ചു പോന്നു. അത് കഴിയുമ്പം ഈ കുറച്ച് സമയം കഴിയുമ്പോൾ ശ്രീരാമന് വീണ്ടും പറഞ്ഞു, ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ ഒന്നുകൂടി പോയി നോക്കാൻ പറയും. അപ്പോൾ വീണ്ടും അദ്ദേഹം വെളിയിൽ വന്ന് നോക്കുമ്പം മുഴുവൻ പറഞ്ഞു തരുന്നില്ല. അതിനു മുമ്പ് അവിടെ ഒരു ശുനകൻ നിൽക്കുന്നു, ശ്വാവ് നിൽക്കുന്നു. അതിങ്ങനെ നിർത്താതെ മൂങ്ങുക. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് അങ്ങേക്ക് എന്ത് കാര്യമാണ് സാധിച്ചു തരേണ്ടത്? മടിക്കാതെ പറഞ്ഞാലും എന്ന് പറയും. ഉടനെ ഈ ശ്വാവ് പറയാണ്, എനിക്ക് അഭയവരദനായ രാമനോടാണ് പറയേണ്ടത് എന്ന് പറയും. രാജാവിനോട് നേരിട്ട് പറയേണ്ടതാണ്. അതെ, നമ്മൾ ഇത് ശ്രദ്ധിച്ചോണം. ഇതിലെ ഓരോന്നും രാജാക്കന്മാരും ഭരണീയരും ഭരണകർത്താക്കളും തമ്മിലുള്ള ആ ബന്ധവും ഇന്നത്തേതുമായിട്ടൊരു താരതമ്യം ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അങ്ങയോടാണ് പറയാനുള്ളത്. ശരി, അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു വീണ്ടും ചെല്ലുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ദേവാലയം, ബ്രാഹ്മണാലയം, കൊട്ടാരം, ഇവിടൊക്കെയാണ് അഗ്നി, സൂര്യൻ, വായു ഇതൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അധോയോനിയിൽ പിറന്ന് ഞങ്ങൾക്ക് അവിടെ കടക്കാൻ പാടില്ല, അനുവാദമില്ല. പക്ഷേ ധർമ്മജ്ഞനായ സത്യവാദിയായ ശ്രീരാമൻ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ അകത്തേക്ക് വരൂ എന്ന് പറയും. അപ്പൊ ഇതും കൊണ്ട് വീണ്ടും ലക്ഷ്മണൻ അങ്ങോട്ട് ലക്ഷ്മണൻ അവിടെ ചെന്നിട്ട് ഇക്കാര്യം പറയും. പെട്ടെന്ന് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരൂ എന്നാ പറയുന്നത്. ഉടനെ തന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ശുനകൻ ശ്രീരാമനെ താണു വണങ്ങും. ശ്രീരാമൻ ചോദിക്കും, എന്താണ് അങ്ങയുടെ പരാതി എന്ന് ചോദിക്കും. അപ്പം അദ്ദേഹം പറയും, ഒരു സർവാർദ്ധസിദ്ധൻ എന്ന് പറയുന്ന ഒരു ഭിക്ഷു ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ താമസിക്കുക. അപ്പോൾ അദ്ദേഹം എന്നെ വടി കൊണ്ട് അടിച്ചെൻ്റെ തല പൊളിച്ചു. ഇതാണ് പരാതി. അപ്പൊ ഇത് കേട്ടു രാജാവ് ഉടൻ തന്നെ ഈ ആളിനെ വിളിപ്പിച്ചു. വന്നിട്ട് ചോദിച്ചു, വടി കൊണ്ട് ഇദ്ദേഹത്തിനെ പ്രഹരിക്കത്തക്ക എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് ചോദിക്കും. അപ്പൊ ഇദ്ദേഹം പറയും, ഞാൻ രാവിലെ വിശന്ന് ഭിക്ഷ തണ്ടി നടക്കുകയാണ്. അപ്പൊ ഇവൻ നിരത്തിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ പോ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് കേട്ട ഇവൻ പോയില്ല. പകരം നേരെ നടന്ന് ഈ നിരത്തിന്റെ നടുക്ക് വന്നിങ്ങനെ നിന്നു. എനിക്ക് വിശപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും വലഞ്ഞു. ഞാൻ ഒരടി അവരുടെ അടിച്ചു. അത് സത്യമാണ്. അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാം. കാരണം അങ്ങനെ ശിക്ഷിച്ചാൽ പിന്നെ എനിക്ക് നരകത്തിൽ ശിക്ഷ ഉണ്ടാവില്ലല്ലോ എന്ന് പറയും. അപ്പൊ അവിടെ ഇരിക്കുന്ന ആരാണ്? ഭൃഗുണ്ട്, അങ്കിരസുണ്ട്, അത്രിയുണ്ട്, വസിഷ്ഠനുണ്ട്, എല്ലാവരും ഉണ്ട്, മറ്റ് മന്ത്രിമാരും എല്ലാവരും ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിക്കും, ശ്രീരാമൻ ചോദിക്കും, എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കും. അത് തന്നെ എന്തൊരു മഹത്വമാണല്ലേ, ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനമെടുക്കാതെ സദസ്സിലുള്ള എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യുക. എന്ത് ശിക്ഷയാണ് ഞാൻ കൊടുക്കേണ്ടത്? അപ്പം ഇവരെല്ലാവരും ഒരു ഏകാഭിപ്രായമുണ്ട്. കാരണം ബ്രാഹ്മണ ശിക്ഷയ്ക്ക് അതീതര, ബ്രാഹ്മണർക്ക് ദണ്ഡം പാടില്ല എന്ന് ഇവർക്കെല്ലാം അഭിപ്രായമുണ്ട്. അത് പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റുന്നില്ല. ഇവർക്ക് ഇതങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം
ഇവിടെ ശിക്ഷ നടപ്പാക്കേണ്ടതിൻ്റെ പൂർണ്ണ അധികാരി ശ്രീരാമനാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ അദ്ദേഹത്തിന് ഇതൊന്ന് വിട്ടു. അങ്ങ് തീരുമാനമെടുക്കണം ശിക്ഷ എന്താണെന്ന്, അതനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. ഇത് കേട്ടോണ്ട് നിൽക്കുക ആരാ? ശൂനകൻ. ശ്വാവ് പറയാണ് ശ്രീരാമനോട്, അങ്ങെന്നിൽ പ്രസാദിക്കുമെങ്കിൽ, അങ്ങെന്നോട് കരുണ കാട്ടുന്നവനാണെങ്കിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീരാമൻ കാണിച്ചു, പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയുന്നത്, ഈ ബ്രാഹ്മണനെ കലാഞ്ചരത്തിൽ അതിൻ്റെ കുലപതിയാക്കണം എന്ന് പറയും. അപ്പം ഈ കുലപതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് 1000 ശിഷ്യന്മാരെ വീട്ടിൽ താമസിപ്പിച്ച വിദ്യ കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠൻ, അതാണ് കുലപതി, ആചാര്യനെയാണ് നമ്മൾ കുലപതി എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം കലാഞ്ചരത്തിൽ കുലപതിയാക്കണം എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഉടൻ തന്നെ ശ്രീരാമൻ അത് നടപ്പാക്കി. ഒരു സംശയം, ഈ കാലാഞ്ചരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു മതസ്ഥാപനമാണ്. അതിന്റെ അധിപതിയാണ് കുലപതി. കുലപതി നമുക്ക് ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു അതും അതിന്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന അതിൽ നിൽക്കുന്നതാണ് കുലപതി. അധ്യക്ഷനാണ് കുലപതി. അപ്പം അദ്ദേഹം ഇത് കേൾക്കുകയും ബ്രാഹ്മണന് ഭയങ്കര സന്തോഷം, ശിക്ഷയ്ക്ക് വന്നതല്ലേ. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് സന്തോഷിച്ച് അവിടെ ഇപ്പം നിന്ന ആളുകളെല്ലാം ഇദ്ദേഹത്തിന് പൊന്നാടയിടുന്നു, വലിയ സ്വീകരണം കാര്യങ്ങൾ. എന്നിട്ട് ഇദ്ദേഹം ആനപ്പുറത്ത് കയറി അങ്ങ് പോവുക, ഈ കുലപതിയായിട്ട് സ്ഥാനാരോഹണം ചെയ്തിട്ട്. അപ്പം ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ മന്ത്രിമാര് ചോദിച്ചു, മഹാഭാഗ അങ്ങ് എന്താണ് ഈ ചെയ്തത്? ഇത് ശിക്ഷയല്ല, ഇത് അനുഗ്രഹമല്ലേ കാണിച്ചത്? ഉടനെ പറഞ്ഞു, ഭവാന്മാർക്ക് കാര്യങ്ങൾ അറിയില്ല, ഈ ശ്വാവിന് കാര്യങ്ങൾ അറിയാം. എന്നിട്ട് ശ്വാവിനെ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ കാണിക്കും, പറഞ്ഞോളാൻ. അപ്പൊ ഈ എന്താണ് ഉദ്ദേശിച്ചതെന്നല്ലേ ശ്വാവ് പറയാണ്, ഞാന് പൂർവജന്മത്തിൽ ഇപ്പൊ പറഞ്ഞ കുലപതി, കലാഞ്ചരത്തിലെ കുലപതിയായിരുന്നു ഞാൻ. പക്ഷേ ശിഷ്ടാന്നം പൂജിച്ച്, അതായത് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ ആഹാരം കഴിക്കുമായിരുന്നുള്ളൂ. ഞാൻ ദേവദാനവന്മാരെ പൂജിച്ചു, ഞാൻ എൻ്റെ സേവകരെ നല്ലതായിട്ട് നോക്കി ബഹുമാനിച്ചു, ഞാൻ നന്നായിട്ട് പ്രജകളെ നോക്കി. അങ്ങനെയുള്ള എനിക്ക് ഈ കുലപതി ആയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയത് ഈ ശിക്ഷയാണ്. അതായത് പട്ടിയായിട്ട്, വെറും ഒരു പട്ടിയായിട്ട് വന്ന് കണ്ടവരുടെ തല്ലുകൊള്ളാനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. അവിടാണ് ഇയാള് ക്രോധാവേശനാണ്, ദുഷ്ടനാണ്, നമുക്ക് അഹിതം ചെയ്യുന്നവനാണ്. അങ്ങനെ ഞാനിതൊന്നും ചെയ്യാഞ്ഞിട്ട് എനിക്കിത് കിട്ടി. ഇത്രയും ചെയ്ത ഇദ്ദേഹത്തിന് 14 തലമുറ പതിതരായിട്ട് ജീവിക്കേണ്ടി വരും. അതാണ് ഈ കുലപതി സ്ഥാനം കൊടുത്താലുള്ള ശിക്ഷ. അപ്പൊ ശിക്ഷ ഈ ജന്മം മാത്രമല്ല, വരും തലമുറകളിൽ പോലും അനുഭവിക്കണം. എന്നിട്ട് പറയൂ, നമ്മൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ട്, അവര് നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് ഈ കുലപതി സ്ഥാനമാണ്. എന്നിട്ട് പറയാണ്, ദേവസ്വവും ആരാണോ ഏൽക്കുന്നത് അവർ അവീചി എന്ന് പറയുന്ന നരകത്തിൽ പോകും. അവീചി എന്ന് പറഞ്ഞാൽ അവീചി ഒരു നരകമാണ്. അതായത് കള്ളസാക്ഷി പറയുക, കള്ളം കാണിക്കുക, ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു ഭീകര നരകത്തിന്റെ പേരാണ് അവീചി. അപ്പൊ ഈ ദേവസ്വവും ബ്രഹ്മസ്വവും ഏൽക്കുന്നവര് അവീചി എന്ന നരകത്തിൽ പോകും എന്നാണ് ഈ ഉത്തരരാമായണത്തിൽ നരകവർണ്ണനയുണ്ടല്ലോ ടീച്ചർ, അതിനെ കുറിച്ച് കൂടി പറയണം കേട്ടോ അടുത്ത ദിവസമായിട്ട് പറയും. ഇത് ആലോചിച്ച് നോക്കൂ, ശ്രീരാമൻ ഇത് കേട്ടു. ഈ ശ്വാവ് ഇത് പറഞ്ഞപ്പം സാക്ഷാൽ ശ്രീരാമൻ അറിയില്ല ഇത്. അദ്ദേഹം ഇങ്ങനെ അത്ഭുതം കൊണ്ട് തുറിച്ച കണ്ണുകളുമായിട്ട് നിന്നു എന്നാണ് ഇത് രാമായണത്തിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അധസ്ഥിതരെന്ന് പറയുന്ന ആളുകളിൽ നിന്നും വന്ന ശിക്ഷാവിധിയാണ്. അത് കഴിഞ്ഞ് ശ്വാവ് അതിന്റെ വഴിക്ക് പോയി, ശിക്ഷ ഇവിടെ നടപ്പാക്കി, ശ്വാവ് അതിന്റെ വഴിക്ക് പോയി. പിന്നീട് കാശിയിൽ പോയിട്ട് പ്രായോപവേശം ചെയ്തു, പൂർവ്വജന്മത്തിലേക്ക് പോയി എന്നാണ് കഥ. മോൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ശിക്ഷ നടപ്പാക്കിയതാര്, ആ നടപ്പാക്കിയ രീതി ശരിയാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിന്റെ കാഠിന്യം അനുഭവിച്ച ആൾ പരാതിക്കാരൻ, ആ പരാതിക്കാരൻ തന്നെ തെറ്റ് ചെയ്ത ആളിനെ ശിക്ഷ വിധിക്കുന്നു എന്ന് പറയുന്നത് എത്ര വലിയ ഒരു മൂല്യമാണല്ലേ. അതെ, അത് നടപ്പാക്കുന്ന രാജാവ്, അവിടെയാണ് ശ്രീരാമന്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റുന്നത്. ടീച്ചർ, അപ്പൊ ഒരു സംശയം, ഈ വന്ന പരാതിക്കാരനായ ശ്വാനൻ അത് വെറുമൊരു നായയാണോ? ഈ അധമ യോനിയിൽ പിറന്നതെന്ന് പറഞ്ഞുവല്ലോ, അപ്പൊ അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? പറയാം. ഞാൻ അത് പറയുമ്പോൾ ഞാൻ എൻ്റെ ബഹുമാന്യായ ലീലാവതി ടീച്ചറിനെ
ഒന്ന് സ്മരിക്കുക. ടീച്ചറിന് എന്നെ അറിയില്ല, പക്ഷേ ഞാൻ അദൃശ്യമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ് ടീച്ചർ. അപ്പം ടീച്ചർ ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് നമ്മൾ ഗോത്രചിഹ്നമായിട്ട് മൃഗങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഒരു ഗോത്രത്തിന്റെ ചിഹ്നമാവാം ഇപ്പം നമ്മൾ കണ്ട നായ. അന്ന് ഇങ്ങനെയുള്ള നായകൾക്ക് ഇതുപോലെ ആഠ്യരായ ആളുകളുടെ വീടുകളിൽ പ്രവേശനമില്ലാതിരുന്നല്ലോ. അതിനെ സൂചിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞത്. മോൾ പറഞ്ഞ ശരിയാണ്. തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ തന്നെ ആവണം. കാരണം ശ്രീരാമനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. താഴ്ന്ന ജാതിക്കാരനെന്നോ നമ്മൾ ഈ ഒന്നുമില്ല. മറ്റുള്ളവർക്ക് കൊടുത്ത അതേ എല്ലാവർക്കും തുല്യനീതിയായിട്ട് ഒരു ശ്വാവെന്ന് മനഃപൂർവ്വമായിരിക്കും ഒരു പട്ടിയെ നമ്മൾ ഇതുപോലെ കെറ്റുക എന്ന് പറയുന്നത്. അപ്പൊ ആ ശ്വാവിനെ കയറ്റി എന്ന് പറയുമ്പോൾ ശ്രീരാമൻ എത്ര നിഷ്പക്ഷനായിരുന്നു രാജഭരണത്തിൽ ഓരോരുത്തരോടും നീതി കാണിക്കുന്നതിൽ എന്ന് മനസ്സിലാക്കുകയാണ്. ശ്രീരാമരാജ്യം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് കാലിക പ്രസക്തി ഈ കഥയ്ക്കുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ടും ഇതും കൂടി ഇതിനകത്തോട്ട് കയറ്റിയത്. ടീച്ചർ പറഞ്ഞത് തികച്ചും ശരിയാണ്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു കഥയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പല സംഭവങ്ങളും കാണുന്നുണ്ട്. തെറ്റ് ചെയ്തവർ യാതൊരു ശിക്ഷയും അനുഭവിക്കാതെ തെറ്റിന് ഇരയായവർ മാനസിക പീഡ സഹിച്ച് ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാതിക്കാരൻ തന്നെ ശിക്ഷ വിധിക്കുന്നു എന്ന് പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും ഇപ്പൊ ഒരു സ്ത്രീ നമ്മൾക്ക് തന്നെ തോന്നാറുണ്ട്, അങ്ങനെ ഒന്ന് വന്നിരുന്നെങ്കിൽ അവനെ ഇങ്ങനെ ചെയ്യണമായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ അവർക്കൊക്കെ ഈ പരാതിപ്പെടുന്ന അല്ലെങ്കിൽ ഇതിന് പീഡനത്തിന് ഇരയായവർ ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് നടപ്പാകാൻ പോകുന്ന കാര്യമല്ലത്. എന്നാൽ പോലും അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നു. നമുക്ക് തോന്നാറില്ലേ അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാം. അത് വേറെ കാര്യങ്ങളും ഉണ്ടാവാം നീതി ന്യായത്തിൽ. എന്തായാലും അങ്ങനെ ഒരു നല്ല കാലം, കുറ്റവാളികളില്ലാത്ത ഒരു കാലം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും നമുക്ക് കാണാം ഇതുപോലെ ഗുണപാഠമുള്ള ഒരു നല്ല കഥയുമായി. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.